പോകുന്നത് എന്തുകൊണ്ട് CPM-നെ തിരുവനന്തപുരം നഗരം കൈവിട്ടു? കഴിഞ്ഞ 4 പതിറ്റാണ്ടോളമായി CPM കൈവശം വെച്ചിരുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെ അഭിമാനമായ ഇടമാണ് തിരുവനന്തപുരം നഗരം എന്നത്. CPM-ൻ്റെ എക്കാലത്തെയും അഭിമാനമാണ്. തൊട്ടപ്പുറയുള്ള സെക്രട്ടേറിയറ്റിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന് ഇനി കോർപ്പറേഷനിലുള്ള മറ്റൊരു അധികാര കേന്ദ്രം ഇനി കൈവശമില്ല. അത് BJPയുടെ കൈവശം എത്തിക്കുന്നു. എങ്ങനെയാണ് ഇത് കൈമോശം വന്നത് എന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. എങ്ങനെ CPM-നെ നഗരം കൈവിട്ടു? കോർപ്പറേഷൻ ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ഒരു വികാരം തന്നെ ഇതിൻ്റെ ഒരു മുഖ്യ കാരണമായിരുന്നിരിക്കാം. നമുക്ക് ആ ഒരു കാരണത്തിലേക്ക് തന്നെ വരാം. അതായത് CPM-നെ നഗരം കൈവിട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കുമ്പോൾ കോർപ്പറേഷൻ നഗരത്തിനെതിരായി പൊതുവിൽ ഉയർന്നു വന്ന ഒരു വികാരം അത് പ്രകടമായിരുന്നു എന്നതാണ് സാഹചര്യം. ഉദാഹരണമായി പറഞ്ഞാൽ സ്മാർട്ട് സിറ്റി, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി എന്ന പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിനുണ്ടായ വൈകൽ കോർപ്പറേഷൻ ഭരണത്തിനെതിരായ വലിയ വികാരമായി തന്നെ മാറിയിട്ടുണ്ട്. നഗരമേഖലകളുള്ള റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ച് മാസങ്ങളായി ഇട്ടിരുന്നു. അത് ഒടുവിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായി അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ കൂടിയും അതൊരു പക്ഷേ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ അതിശക്തമായ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ജനവികാരമുണ്ട്. അത് ജനം ഒരു പക്ഷേ കാത്തിരുന്നിരിക്കാം. മറ്റൊന്ന്, കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായി എല്ലാ ഇടങ്ങളെയും ബാധിക്കുന്ന മാലിന്യ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തെരുവ് നായ ശല്യമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിരൂക്ഷമായി തന്നെ തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് പൊതുവിൽ ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രത്യേകം ബാധിച്ചിട്ടുണ്ട്. മറ്റൊരു കാരണത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ പരിശോധിക്കേണ്ട ഒന്ന് സംസ്ഥാനത്ത് പൊതുവിലുണ്ടായ ഭരണവിരുദ്ധതയാണ്. നോക്കൂ, ഈ ഭരണവിരുദ്ധത ഇവിടെയും അതിശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുമുണ്ട്. മൂന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് എത്താനാവുന്നത് തിരുവനന്തപുരത്തും കോർപ്പറേഷൻ്റെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്നു വന്ന ചില ആക്ഷേപങ്ങളും വിവാദങ്ങളുമാണ്. 21 വയസ്സിൽ ഒരു നഗരത്തിൻ്റെ, രാജ്യത്തെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ നഗരങ്ങളിലൊന്നിൻ്റെ മേയറായ വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ. അവർക്ക് അത്തരമൊരു പദവി കൊടുത്തപ്പോൾ CPM വലിയ ഒരു നീക്കം നടത്തി എന്നതായിരുന്നു തുടക്കത്തിൽ വലിയ കൈയടിച്ച തീരുമാനമായിരുന്നു. പക്ഷേ പിന്നീട് ഈ ആര്യ രാജേന്ദ്രൻ വലിയ വിവാദ വിഷയമാവുന്നതാണ് കണ്ടത്. ഒരുപക്ഷേ മേയർക്കെതിരെ ബോധപൂർവമായി പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെ ചെറുക്കാതെ പോയതിൻ്റെ കാരണമാവാം, അതല്ലെങ്കിൽ അവരുടെ ഭരണ പരിചയക്കുറവ് പ്രകടമാക്കിയതാവാം. അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിരുന്നു. അവരുടെ ഓഫീസിനെതിരെ എടുക്കുന്ന നിലപാടുകളുടെ പേരിൽ ഏറ്റവും ഒടുവിൽ നോക്കുക, KSRTC ബസ് തടഞ്ഞ വിവാദമടക്കം അത് മേയറുടെ ഒരു മോശം പ്രവണത, അവരുടെ പെരുമാറ്റ ദൂഷ്യമായി തന്നെ അത് വ്യാഖ്യാനിക്കപ്പെടുകയും ആ തരത്തിൽ ചർച്ചയാക്കുകയും ചെയ്തു. മേയർ അവരുടെ അധികാരം അത് മിസ്യൂസ് ചെയ്യുന്നു എന്ന തരത്തിലേക്ക് തന്നെ വരുന്നു. അവരുടെ ആ നീക്കങ്ങളും അന്നത്തെ ആ ദൃശ്യങ്ങളുമൊക്കെ വലിയ വിവാദമായതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നത് ഒരുപക്ഷെ ഈ കോർപ്പറേഷൻ നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിലൊന്നാക്കി അതിനെ മാറ്റിയിരിക്കാം. എന്തായാലും മേയർക്കെതിരെ സ്വന്തം പാളയത്തിൽ തന്നെ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ കാരണം നമുക്ക് പരാമർശിച്ച് പോവാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരായി നടന്ന പ്രചരണം ഒരുപക്ഷെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിക്ക് ഒരു കാരണമായിരിക്കാം. മറ്റൊരു കാരണം വരുന്നത് നമുക്ക് CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കാണ്. CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്, തർക്കമില്ലത്. കാരണം ആഭ്യന്തര പ്രശ്നങ്ങൾ പൊതുവിൽ CPM-ൽ കുറവുണ്ടാവുന്ന ഒരു ഇടമാണ് തിരുവനന്തപുരം. പക്ഷേ ഇത്തവണ കോർപ്പറേഷനിൽ തന്നെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം നമുക്കറിയാം, ചില വാർഡുകളിലൊക്കെ ഉള്ളൂരടക്കമുള്ള വാർഡുകളിൽ CPM-ന് വിമത സ്ഥാനാർത്ഥികളുണ്ടായി. പലപ്പോഴും കോൺഗ്രസിലൊക്കെയാണ് വിമത സ്ഥാനാർത്ഥികളെ കണ്ടിരിക്കുന്നത്. ഇത്തവണ CPM-ന് ആ വിമത സ്ഥാനാർത്ഥികളെ നേരിടേണ്ടി വന്നു. അത് പാർട്ടിയിലെ തർക്കങ്ങളായി മാറുന്നു. അതിനുമപ്പുറം സ്ഥാനാർത്ഥികൾക്കുമപ്പുറം തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഘടനാ തലത്തിൽ വലിയ പിഴവുകളുണ്ടായി എന്ന ആക്ഷേപമുണ്ട്. കരമന ഹരി എന്ന വലിയൊരു നേതാവിനെതിരെ വലിയ അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം, പോളിംഗിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിലും മറ്റും കടുത്ത രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായി. ഇതാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി ഇനി ഇത് പുതിയ നീക്കങ്ങളിലേക്ക് അത് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. എന്തായാലും അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട് എന്നതാണ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. മറ്റൊരു കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഇത്തവണ കോൺഗ്രസ് നടത്തിയ ചില ചട്ടൂലമായ നീക്കങ്ങളാണ്. അത് നമുക്ക് പ്രത്യേകം പരാമർശിച്ച് പോവേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയൊക്കെ പുറത്തു വിട്ടുകൊണ്ട് വളരെ വേഗത്തിൽ ഒരുങ്ങിയതാണ് കോൺഗ്രസിൻ്റെ നീക്കം. നമുക്കറിയാം, ശബരിനാഥനെ പോലെയുള്ള ഒരു മുൻ MLA കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന പരീക്ഷണം നടത്തുന്നു. ആ നീക്കം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്നീട് അനുകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മുൻനിരക്കാരൊക്കെ കോർപ്പറേഷൻ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് അവിടെ നേരത്തെ ഒരുങ്ങി. ഈ കോൺഗ്രസിൻ്റെ ഒരുക്കം യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഗുണമുണ്ടാക്കുമെന്നതായിരുന്നു CPM-ൻ്റെ അവകാശവാദം. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. BJP വോട്ടുകളാണ്
കോൺഗ്രസ് വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോയത്. കോൺഗ്രസ് സജീവമാവുമ്പോൾ ആ ബി ജെ പിയിൽ നിന്ന് വോട്ടുകൾ തിരികെ വരികയും അത് തങ്ങൾക്ക് നേട്ടമാവുകയും ബി ജെ പിയുടെ കോട്ടവും തങ്ങളുടെ നേട്ടമാവും, ഇതാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ സംഭവിച്ചത് മറിച്ച് എന്നതാണ്. ഈ കോൺഗ്രസ് പുതിയതായി സമാഹരിച്ച പല വാർഡുകളും സി പി എമ്മിൻ്റെ സിറ്റിംഗ് വാർഡുകളാണ് സമാഹരിച്ചത്. അതുകൂടിയാണ് ഈ സാഹചര്യം. മുട്ടട അടക്കമുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഉദാഹരണമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട്. വലിയ നഷ്ടമാണ് ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേരത്തെയുള്ള ഒരുക്കം കോർപ്പറേഷനിൽ അത് സി പി എമ്മിൻ്റെ നഷ്ടമായി മാറിയെന്നതാണ് സാഹചര്യം. അവിടെ കോൺഗ്രസ് കൂടി വരുമ്പോൾ, അതായത് ഭരണവിരുദ്ധ വോട്ടുകൾ ചിതർപ്പിക്കുക എന്ന ആ നീക്കം ഫലം കാണാതെ പോയി. കോൺഗ്രസിൻ്റെ നേരത്തെയുള്ള ഒരുക്കം കൂടുതൽ സീറ്റുകൾ സമാഹരിച്ചത് അവിടെ നേട്ടമുണ്ടാക്കിയത് അത് സി പി എമ്മിൻ്റെ നഷ്ടമായി മാറുന്നു, അത് ബി ജെ പിയുടെ നേട്ടമായി മാറുന്നു. അപ്പോൾ സി പി എം എങ്ങനെ പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോൾ പ്രധാനമായും ഈ കാരണങ്ങൾ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരും. ഇതിനിടയിൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ കൂടി സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ബി ജെ പിക്ക് ലഭിച്ച ഭൂരിപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. കാരണം നേമത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ഇതിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. കഴിഞ്ഞ തവണ ഇതിലും വലിയ ഭൂരിപക്ഷം ബി ജെ പി നേടിയിട്ടും നിയമസഭയിൽ ഇടതുമുന്നണി തന്നെ വിജയിച്ചു. നേമത്ത് ഇത്തവണ താൻ മത്സരരംഗത്തുണ്ടാകുമോ ഇല്ലയോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും ശിവൻകുട്ടി പറയും. ഇതൊരു വളരെ കാര്യമായി ഇതിനൊരു പഠനം നടത്താൻ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും. പക്ഷേ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയിൽ നിന്നും തിരുവനന്തപുരം നഗരസഭയിലോ തിരുവനന്തപുരം ജില്ലയിലോ അത് നഷ്ടപ്പെട്ടിട്ടില്ല. നഗരസഭ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ നന്നായി വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ അത് എത്രമാത്രം ഫലപ്രദമായി നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് പ്രശ്നമുണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംബന്ധിച്ച് നമുക്ക് ഇന്നിപ്പം ബൂത്ത് തലത്തിൽ പരിശോധന നടത്തുന്ന അവസരത്തിൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയുള്ളൂ. ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്നുള്ള കാര്യം മാത്രമേ ഇത് കാണേണ്ട കാര്യമുള്ളൂ. യെസ്, ശിവൻകുട്ടി പറയുന്നത് അതാണ്. ശിവൻകുട്ടി ഇങ്ങനെ പ്രതികരിക്കുന്നതിന് കാരണമുണ്ട്. നേമത്തെ എം എൽ എ കൂടിയാണ് വി ശിവൻകുട്ടി എന്ന് മാത്രമല്ല, നേമവും ഒപ്പം തന്നെ വട്ടിയൂർക്കാവും നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന തദ്ദേശ വാർഡുകളിൽ അവിടെ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റം ഉണ്ടെങ്കിലും ഞങ്ങൾ നിയമസഭയിൽ വിജയിച്ചു എന്ന കാരണമാണ് ഇക്കാര്യത്തിൽ സി പി എം മുന്നോട്ട് വയ്ക്കുന്നത്. ആ അവകാശവാദം തന്നെയാണ് ശിവൻകുട്ടിയുടേത്. എന്തായാലും ഇത്തരം കണക്കെടുപ്പുകളും ചർച്ചകളും വരും ദിവസങ്ങളും തുടരുമെന്നതാണ് സാഹചര്യം. യെസ്, ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ തുടർ ചർച്ചകളിലേക്കാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഏറ്റവും അഭിമാനകരമായ വിജയം നേടിയതാണ് ബി ജെ പിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ പോലും അഭിനന്ദനം നേടിയെടുക്കാൻ ഈ വിജയം കൊണ്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതിയ വികസന പന്ഥാവിലേക്ക് നയിക്കുമെന്നതാണ് ബി ജെ പിയുടെ അവകാശവാദം. എന്തായാലും ബി ജെ പി 50 സീറ്റുകൾ നേടി അവിടെ വിജയമുറപ്പിച്ചു. ബി ജെ പിയുടെ മേയറാണ് വരാൻ പോകുന്നത്. ഉയരുന്ന ചോദ്യം ഇതാണ്: തിരുവനന്തപുരം കോർപ്പറേഷനെ ഇനി ആര് നയിക്കും? ബി ജെ പി ആരെയാണ് മേയർ സ്ഥാനത്തേക്ക് നിയോഗിക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. 3-4 സാധ്യതകൾ നമുക്ക് പങ്കുവയ്ക്കാം. പക്ഷേ ആ സാധ്യതകൾ ഏതു തരത്തിലെന്ന് കൂടി നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആരെയാണ് ബി ജെ പി മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുക എന്ന ചോദ്യമാണ്. യെസ്, ആർ ശ്രീലേഖ മുൻ ഡി ജി പി ആണ്. ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് വിജയിച്ച് കയറിയത്. ശാസ്തമംഗലത്ത് അവർ പരാജയപ്പെടുമെന്ന ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ മികച്ച ഭൂരിപക്ഷത്തിൽ അവർ വിജയിച്ച് കയറുന്നു. ഏകദേശം 1000 വോട്ടിനടുത്തുള്ള ഒരു ഭൂരിപക്ഷം അവർ സമാഹരിച്ചിട്ടുണ്ട്.